നമ്മുടെ ഇടവകയുടെ ഇപ്പോൾ നമുക്കറിയാം പുതിയ ഭദ്രാസനമായപ്പോൾ ഒരുപാട് സ്പിരിച്വൽ ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഓർഗനൈസേഷനായ സെയിൻറ്റ് ഡയനീഷ്യസ് ഫെലോഷിപ്പിൻ്റെ ഒരു ഇനാഗുറേഷൻ വേഗത്തിൽ അത് പൂർത്തീകരിക്കുകയാണ്. സെയിൻറ്റ് ഡയനീഷ്യസ് ഫെലോഷിപ്പ് ഫാമിലി ഫെലോഷിപ്പ് വളരെ ആക്റ്റീവായി മലങ്കര സഭ്യകാലത്തിലൊക്കെ നടക്കുന്നതായ ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഇവിടുത്തെ സെക്രട്ടറിയായി നിയമിതമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജോയ് മാത്യുയാണ്. അതിൻ്റെ ഇനാഗുറേഷൻ അതുപോലെ തന്നെ അഭിമന്യ തിരുമനസിൻ്റെ ഒരു ഇനാഗുറൽ അഡ്രസ്സും കൂടെയുണ്ട്. ദയവായി വേഗത്തിൽ പൂർത്തീകരിക്കാം. അതിൻ്റെ ചുമതലപ്പെട്ടവരെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന് മാത്രമുണ്ടായിരിക്കും. മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, കുട്ടികളെ, നമ്മുടെ ഫെലോഷിപ്പിനെ കുറിച്ച്, ഫെലോഷിപ്പ് മലയാളത്തിൽ കൂട്ടായ്മ, നമ്മുടെ ചർച്ച ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ തുടങ്ങിയത് 40 വയസ്സിന് മേലുള്ള 40 മേലുള്ള 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ സഭ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പേര് സെയിൻറ്റ് ഡയനീഷ്യസ് ഫെലോഷിപ്പ് പോസ്റ്ററെല്ലാം കണ്ടാണ് ബിജോച്ചൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ 60 മേളിൽ സെയിൻറ്റ് ജോസഫ് ഫോറം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാഗേശങ്ങളാണ് അതിൻ്റെ സെക്രട്ടറി. പിന്നെ പറയുന്നത് Christian fellowship is a community of people who support each other and work together in worship and serving. It is a way to show the world God's love and grace. അതാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാൻ. പിന്നെ നമ്മുടെ തിരുമേനിയുടെ പേര് വെച്ചത് വളരെ നല്ല ഇതാണ്. ബിക്കോസ് സെയിൻറ്റ് ഡയനീഷ്യസ് നമ്മുടെ സ്വന്തം കോട്ടശ്ശേരി തിരുമേനി is a missionary daring metropolitan after our constitution 1934. നമ്മുടെ സഭ ഇപ്പോഴും അതിൻ്റെ പില്ലറിലാണ് ഓടുന്നത്. നമ്മുടെ യേശുക്രിസ്തു തിരുമേനിയാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. ഇത് വീഡിയോ ആയിട്ട് നമ്മുടെ ബിജുവച്ചനാണ് സഹായത്തോടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ എല്ലാ സെക്രട്ടറിമാരെയും ഇവിടെ ക്ഷണിച്ചു കൊടുക്കുന്നു. മേക്ക് എ വാട്സാപ്പ് ഗ്രൂപ്പ് ആൻഡ് പുട്ടിങ് യുവർ നെയിം. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ്. അടുത്ത വാട്സാപ്പ് ഗ്രൂപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും 40 വയസ്സിന് മേലുള്ള ആരെങ്കിലും പേരില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ മീറ്റിംഗ് അച്ഛൻ പറഞ്ഞ എല്ലാ ആഴ്ചയും നമ്മൾ ബുക്ക്ഡ് ഔട്ട് ആണ്. ആകെ ഉള്ളത് 4th സൺഡേയിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിൽ നമ്മൾ നടത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് മീറ്റിംഗ്, ഒഫീഷ്യൽ മീറ്റിംഗ് 23rd മാർച്ച് സൺഡേയിലായിരിക്കും ആഗ്രഹിക്കുന്നത്. ദൈവം സഹായിച്ചത് നമുക്ക് 23rd സൺഡേയിൽ. പിന്നെ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സെൻറ്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ബ്രിസ്ബെയിൻ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോകുന്ന ഒരു കൂട്ടായ്മയാണ്. നമ്മൾ പല അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട്. ഈ പുതിയ ഓർഗനൈസേഷൻ വന്നുകൊണ്ട് ബാക്കിയുള്ള സ്പിരിച്വൽ ഓർഗനൈസേഷന് പ്രോബ്ലം ആണെന്ന് വിചാരിക്കരുത്. നമ്മുടെ പത്മശ്രീ മമ്മൂട്ടി ഫാസിലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാത്തിനും റൂമുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുക. എല്ലാവർക്കും നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ തിരിച്ചും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതാണ് പറയാനുള്ളത്. ബിക്കോസ് സ്പിരിച്വൽ ഓർഗനൈസേഷൻ നമ്മുടെ പള്ളിയുടെ ഒരു ബാക്ക് ബോണാണ്. ഒരിക്കലും ആരും നമ്മുടെ ബാക്ക് ബോണെ തകർക്കാൻ നോക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ കൂടി ഉൾക്കൊള്ളുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.